പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് സുപ്രീം കോടതി പറഞ്ഞു. ഈ സമയത്ത് സേനയുടെ മനോവീര്യം കെടുത്തുകയാണോ എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് ഹർജിക്കാരോട് ചോദിച്ചു. സുപ്രീം കോടതി വിമർശിച്ചതോടെ ഹർജി പിൻവലിച്ചു. ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ സ്വന്തം പൗരന്മാർക്ക് മുന്നിൽ അതിർത്തി അടച്ച് പാകിസ്ഥാൻ. നിരവധി പാക് പൗരന്മാരാണ് സ്വന്തം രാജ്യത്തേക്കുള്ള പ്രവേശനവും കാത്ത് അട്ടാരിയിലും വാഗയിലുമായി മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നത്. പൗരന്മാർക്ക് മുന്നിൽ വാതിലടച്ച പാക് സർക്കാർ ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ കൂട്ടിയിട്ടുമുണ്ട്. പാകിസ്ഥാൻകാർക്ക് മടങ്ങാൻ ഇന്ത്യ അനുവദിച്ച സമയം കഴിഞ്ഞതാണ്. എന്നിട്ടും വാഗ അതിർത്തിയിലെത്തുന്ന പാക് പൗരന്മാർക്ക് പോകാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. പക്ഷേ സ്വന്തം പൗരന്മാർക്ക് മുന്നിൽ പാകിസ്ഥാൻ അതിർത്തി വാതിൽ അടച്ചു. ഇതോടെ അതിർത്തിയിൽ ഇനി എന്തെന്നറിയാതെ പാക് പൗരന്മാർ കുടുങ്ങി. ये लोग सही जवाब नहीं दे रहे। सुबह से पागल बना रहे। 6 बजे से मैं यहाँ आई हूँ। कभी कह रहे हैं 10 बजे खुलेगा, कभी कह रहे हैं 12 बजे, कभी 1 बजे, कभी 3 बजे, कभी 2 बजे। मैं पागल हो गई हूँ। अब कह रहे हैं वापस जाएं, बॉर्डर नहीं खुलेगा, बंद है। बताएं सुबह 6 बजे से आए हैं, ये तो इन्हीं से पूछे ना क्यों बंद है। അതേസമയം ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ തലവൻ ഹാഫിസ് സയ്യിദിന് രക്ഷാകവചം ഒരുക്കുകയാണ് പാകിസ്ഥാൻ. പഹൽഗാം അടക്കം ഇന്ത്യയിലെ പല ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരനാണ് ഹാഫിസ് സയ്യിദ്. ഇയാളുടെ ജീവനെടുക്കാൻ ഇന്ത്യൻ ഏജന്റുമാർ എത്തുമെന്ന് ഭയക്കുകയാണ് പാകിസ്ഥാൻ. സൈന്യവും ISIയും ലഷ്കർ ഭീകരരും ചേരുന്ന വൻ സുരക്ഷാ വലയം ലാഹോറിലെ വീടിന് ചുറ്റുമുണ്ട്. 4 കിലോമീറ്റർ ചുറ്റളവിൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കി. ലാഹോറിനും ഇസ്ലാമാബാദിനും മുകളിൽ നാളെ വരെ വിമാനയാത്ര വിലക്കി. അതേസമയം പാക് ചാര സംഘടനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ അധിക ചുമതലയും പാകിസ്ഥാൻ നൽകി. 2022 മുതൽ ഈ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ്. കശ്മീരിൽ ആക്രമണം നടത്തിയ TRF എന്ന ഭീകര സംഘടനയുടെ പേര് UN പ്രമേയത്തിൽ നിന്ന് വെട്ടിയത് പാകിസ്ഥാൻ ഇടപെട്ടതുകൊണ്ടാണെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞു. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിലായിരുന്നു വിവാദ പ്രസ്താവന. 24 ഡൽഹി.